ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം നമുക്ക് ഇത് അവിട്ടം ദിവസത്തെയാണ്. അപ്പം തിരുവോണത്തിന് ഞങ്ങൾ എൻ്റെ വീട്ടിലാണ് പോകുന്നത്. അപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അവിട്ടം ദിവസമായതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ഫുഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ ബ്രഷിങ്ങും ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു പൂരി ഉണ്ടാക്കാമെന്ന്, കിഴങ്ങ് കറിയും പൂരിയും ഉണ്ടാക്കാമെന്ന്. അപ്പം പൂരി പരത്തി ഞങ്ങൾക്ക് ആവശ്യമുള്ളത്, ഞങ്ങൾ 3 പേർക്ക് ആവശ്യമുള്ളത് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം കിഴങ്ങ് കറി ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അതപ്പം കിഴങ്ങ് കറിയും പൂരിയും കൂടെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. കുഞ്ഞിക്ക് ഇഷ്ടമാണ് പൂരിയൊക്കെ, പപ്പടമാണെന്നും പറഞ്ഞാൽ അതങ്ങ് കഴിക്കും. പിന്നെ ഉച്ചക്കത്തേനുള്ളതാണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്ത് 2 വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാം വീടൊക്കെ ഒന്ന് തൂത്തുവാരിയതിന് ശേഷം കപ്പ ഇരിപ്പുണ്ടായിരുന്നു, വീട്ടിലുണ്ടായത് തന്നെയാണ്. അപ്പോൾ അത് വേവിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം കപ്പ ഞാൻ കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉപ്പൊക്കെ ആയിട്ട് അടുപ്പിൽ വേകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ, ഒരു പച്ചമുളക്, കുറച്ച് ജീരകം, കുറച്ച് വെളുത്തുള്ളി എടുത്ത് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കപ്പ വെന്തോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ വേകാനുണ്ടായിരുന്നു. പെട്ടെന്ന് വെന്ത് കിട്ടി, എന്നാലും കുറച്ചുകൂടെ അന്നേരം വേകാനുണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പോൾ ഉപ്പും കുറവായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്തു. മറ്റേ ബർണറിൽ ഞാൻ ഇന്നത്തേക്കുള്ള ചോറും വെച്ചിട്ടുണ്ട്. അത് ബസ്മതിയാണ് വെച്ചത്. കാരണം ഞങ്ങൾ നാളെ പോവല്ലേ, അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ചോറ് ഞാൻ 2-3 ദിവസത്തേക്കാണ് നമ്മുടെ കുത്തരി വയ്ക്കുന്നത്. ഓഫീസിൽ പോകുന്നതുകൊണ്ട് എനിക്ക് എന്നും കുത്തരി വയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അടുപ്പിലാണ് ചോറ് വയ്ക്കുന്നത്. ഗ്യാസിൽ അങ്ങനെ കുക്കറിൽ അങ്ങനെ വയ്ക്കാറില്ല. വല്ല പനിയോ വല്ലതും വരുമ്പോഴേ വയ്ക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് അരപ്പ് തയ്യാറായി. നമ്മൾ കപ്പയും വെന്തായിരുന്നു. അപ്പം ഞാനത് ഊറ്റി വെച്ച് വെള്ളമെല്ലാം പോയതിന് ശേഷം അതെടുത്ത് തിരിച്ച് ഒന്നുകൂടെ അരപ്പ് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണമായിരുന്നു. അപ്പോൾ അരപ്പെല്ലാം ഇട്ടിട്ട് ഞാനതൊന്ന് മൂടി വെച്ചിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതൊന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എസൻസൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് കുഴച്ചെടുത്തു. നല്ല കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് വെന്തുകൊണ്ടിരിക്കുന്നേ ഉള്ളേ. അപ്പോൾ ഞാൻ വിചാരിച്ചു മീൻ വറക്കാമെന്ന് വിചാരിച്ചു ഒരു സൈഡിലോട്ട്. അപ്പോൾ അത് മീൻ വറക്കാനും വെച്ചിട്ട് ഞാൻ തൂക്കാൻ പോയി. ഞാൻ ഓഫീസിൽ പോകുന്നതുകൊണ്ട് എല്ലാ ദിവസവും മുറ്റമൊന്നും തൂക്കാൻ പറ്റാറില്ല. അപ്പോൾ ഫ്രണ്ടെല്ലാം തൂത്തിടും, എന്നാലും ബാക്കി സൈഡൊന്നും തൂക്കാൻ പറ്റാറില്ല. അപ്പം അടുത്ത ദിവസം തിരുവോണം ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഉച്ചയ്ക്ക് എല്ലാം തൂത്ത് വെച്ചു. എനിക്ക് പനിയായിരുന്നു ഔട്ടം ദിവസം. അപ്പം ഞാൻ ഒരു വിധത്തിൽ എല്ലായിടവും നടന്ന് തൂത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓമയ്ക്ക തോരനാണ് ഇന്ന് വെച്ചത്. അതുകൊണ്ട് കുഞ്ഞി അത് കഴിക്കത്തില്ല. അപ്പം കുഞ്ഞിക്ക് കുറച്ച് ഒരു ഉരുളക്കിഴങ്ങെടുത്ത് മെഴുക്കുവരട്ടിയും വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം എല്ലാവരും ഒന്ന് ഉറങ്ങി. ശനിയാഴ്ച ആയതുകൊണ്ട് അവധിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫോണിന് കവറും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ അടൂർ മൈജിയിൽ